Hello learners, iPlus Training Solutions in UGC NET Management 2025 December Question Discussion Series like everyone swagatham. Next question idana. A transaction that takes place when a large firm that has a small equity stake in a small firm desired to acquire 100% interest in the firm is called what? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഒരു വലിയ ഫേമിന് ഒരു ചെറിയ ഫേമിൽ ഒരു ചെറിയ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു ചെറിയ ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പൊ ഈ ലാർജ് ഫേം ആ സ്മോൾ ഫേമിന്റെ 100% പോർഷനും അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസൈഡ് ചെയ്യുവാണ്. അപ്പോൾ ആ ഒരു ട്രാൻസാക്ഷനെ നമ്മൾ വിളിക്കുന്ന പേര് എന്താണ്? ഓപ്ഷൻസ് ഇതൊക്കെയാണ്: സ്പിൻ ഔട്ട്, സ്പിൻ ഇൻ, ലിങ്ക് ജോയിന്റ് വെഞ്ചർ ആൻഡ് സ്കെയിൽ ജോയിന്റ് വെഞ്ചർ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനും ഓപ്ഷൻസുമായിട്ട് നമ്മളൊന്ന് തട്ടിച്ച് നോക്കുമ്പോഴത്തേക്കും നമ്മളോട് ചോദിക്കുന്നത് ഒരു അക്വയറിംഗ് പ്രോസസ് ആണ്, അല്ലെങ്കിൽ ഒരു ടേക്ക് ഓവർ പ്രോസസ് ആണ് ചോദിച്ചിരിക്കുന്നത്, അല്ലാതെ ഒരു ജോയിന്റ് വെഞ്ചർ അല്ല. അപ്പൊ ഇപ്പം മേ ബി ഒരു ജോയിന്റ് വെഞ്ചറിലായിരിക്കും അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഒരു വലിയ ഫേമിന് ഒരു ചെറിയ ഫേമിന്റെ കുറച്ച് പോർഷൻസ് അവർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പം അത് മേ ബി ഒരു ടൈപ്പ് ഓഫ് ജോയിന്റ് വെഞ്ചർ ആകാൻ ഒരു സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ ഈ അക്വയർ ചെയ്യുന്ന സമയത്ത് അത് ജോയിന്റ് വെഞ്ചർ അല്ല. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് 3ഉം 4ഉം ആദ്യമേ തന്നെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമ്മുടെ കയ്യിൽ ഓപ്ഷൻ 1ഉം 2ഉം മാത്രമേ ഉള്ളൂ. ഇതിൽ ചോദിക്കുന്നത് എന്താണ്? ഒരു ഫോം അകത്തോട്ട് വരുവല്ലേ, അങ്ങനെ നമുക്ക് ഓർത്ത് വയ്ക്കാം. ഒരു വലിയ ഫോം ചെറിയ ഫോമിന്റെ പോർഷൻസ് ഏറ്റെടുക്കുവാണ്. ദാറ്റ് മീൻസ് ഇൻ ചെയ്യുന്ന ഒരു പ്രോസസ് ആണ്. സോ നമ്മുടെ കറക്റ്റ് ആൻസർ സ്പിൻ ഇൻ ആണ്. ഓക്കെ, എന്താണ് സ്പിൻ ഇൻസ്? ഓഫ് കോഴ്സ് when a large parent company that already holds a small equity stake in a smaller firm decides to acquire the remaining shares and take 100% of that firm. ഒരു വലിയ കമ്പനി ഒരു ചെറിയ കമ്പനീന്റെ അല്ലെങ്കിൽ ഒരു ചെറിയ ഫേമിന്റെ കുറച്ച് പോർഷൻസ് ഹോൾഡ് ചെയ്യുന്നുണ്ട്, ഇക്വിറ്റി ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവർ ആ ചെറിയ കമ്പനിയുടെ 100%, ദാറ്റ് മീൻസ് ആ ഹോൾ ഓണർഷിപ്പ് അക്വയർ ചെയ്യാൻ തീരുമാനിക്കുന്ന പ്രോസസ്സാണ് സ്പിൻ. ഇത് എപ്പോഴൊക്കെയാണ് ഇങ്ങനത്തെ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ആ ഒരു സ്പിൻ ഇൻസ് സംഭവിക്കുന്നത്? The small firm was initially created as a separate entity of startup. ആ ചെറിയ ഫേം ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ടോ അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പോ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ the large firm invested partially at first. ആ വലിയ ഫേം ആ ചെറിയ ഫേമിൽ കുറച്ച് പോർഷൻസ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. Later, after the ventures prove successful, the large firm fully integrates it by acquiring all shares. അങ്ങനെ ആ വലിയ ഫേമിന്റെ ഇൻവെസ്റ്റ്മെന്റിന്റെയും കൂടെ ഹെൽപ്പോട് കൂടി ആ ചെറിയ ഫേം ഭയങ്കര സക്സസ്ഫുൾ ആണ് എന്നുള്ളത് പ്രൂവ് ചെയ്ത് കഴിയുമ്പോൾ ആ ലാർജ് ഫേം എന്ത് ചെയ്യുന്നു? അതിന്റെ ബാക്കി ഷെയർസും കൂടെ മേടിച്ചുകൊണ്ട് ആ ചെറിയ ഫേമുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് സ്പിൻ ഇൻസ് എന്ന് പറയുന്നത്. ഇനി സ്പിൻ ഔട്ട് എന്താണ്? എ കമ്പനി സെപ്പറേറ്റ്സ് എ ഡിവിഷൻ ഓർ യൂണിറ്റ് ഇൻടു ആൻ ഇൻഡിപെൻഡന്റ് ഫേം. ഒരു കമ്പനി അതിന്റെ കുറച്ച് പോർഷൻസ് ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട് മാറുന്നതിനെയാണ് സ്പിൻ ഔട്ട് എന്ന് പറയുന്നത്. അത് ആ ഒരു പേരിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ഓർത്ത് വെക്കാനായിട്ട് പറ്റും. സ്പിൻ ഇൻ എന്ന് പറഞ്ഞാൽ അകത്തോട്ട് വരുവാണ്, സ്പിൻ ഔട്ട് ആണെന്നുണ്ടെങ്കിൽ ഉള്ള പോർഷൻസ് സെപ്പറേറ്റഡ് ആയിട്ട് പോവുകയാണ്. ഓക്കെ, സ്പിൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ലിങ്ക് ജോയിന്റ് വെഞ്ചർ, പാർട്ട്നേഴ്സ് കോൺട്രിബ്യൂട്ട് ഡിഫറെന്റ് റിസോഴ്സസ് ഓർ കാപ്പബിലിറ്റീസ് ടു എ ജോയിന്റ് വെഞ്ചർ. ലിങ്ക് ജോയിന്റ് വെഞ്ചർ എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് റിസോഴ്സസ് അല്ലെങ്കിൽ ഡിഫറെന്റ് കാപ്പബിലിറ്റീസ് പല ഫേംസ് അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് തുടങ്ങുന്ന ഒരു ജോയിന്റ് വെഞ്ചർ ആണ് ലിങ്ക് ജോയിന്റ് വെഞ്ചർ. ദാറ്റ് മീൻസ് ഇപ്പം ABC 3 ഫേംസ് ഉണ്ട്. 3 ഫേംസിനും അവൈലബിൾ ആയിട്ടുള്ള 3 ഡിഫറെന്റ് കാപ്പബിലിറ്റീസ് അല്ലെങ്കിൽ 3 റിസോഴ്സസ് ആണ്. ലെറ്റ്സ് എ ഫൈനാൻഷ്യലി ഭയങ്കര സൗണ്ട് ആണ്, അല്ലെങ്കിൽ അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത് ഫൈനാൻസ് ആണ്. ബിക്ക് ആണെങ്കിൽ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്കിൽഡ് എംപ്ലോയീസ് ആണുള്ളത്. സിക്ക് ആണെങ്കിൽ ഭയങ്കര ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ടെക്നോളജീസ് ഉണ്ട്. അപ്പൊ ഇത് 3ഉം ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, റിസോഴ്സസ് അല്ലെങ്കിൽ കാപ്പബിലിറ്റീസ് ആണ്. അപ്പൊ ഇത് 3 പേര് ഡിഫറെന്റ് ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ലിങ്ക് ജോയിന്റ് വെഞ്ചർ എന്ന് പറയുന്നത്. ഇനി സ്കെയിൽ ജോയിന്റ് വെഞ്ചർ, പാർട്ട്നേഴ്സ് കോൺട്രിബ്യൂട്ട് സിമിലർ റിസോഴ്സസ് ടു അച്ചീവ് എക്കണോമീസ് ഓഫ് സ്കെയിൽ. സ്കെയിൽ ജോയിന്റ് വെഞ്ചർ ആണെന്നുണ്ടെങ്കിൽ എയും ബിയും സിയും ഓൾമോസ്റ്റ് ഒരേ ടൈപ്പ് ഓഫ് റിസോഴ്സസ് ആയിരിക്കും ഇതിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അത് ഹെൽപ്പ് ചെയ്യുന്ന എന്തിനാണ്? എക്കണോമീസ് ഓഫ് സ്കെയിൽ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതും ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. അതും ഇതിൽ നിന്നൊന്ന് പഠിച്ചു വെച്ചിരിക്കുക. അപ്പൊ സ്കെയിൽ ജോയിന്റ് വെഞ്ചർ എന്ന് പറഞ്ഞാൽ 3 പാർട്ട്നേഴ്സും ഒരേ 3 എന്നല്ല കേട്ടോ, എത്ര പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിലും ഞാൻ പറഞ്ഞ എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞതാണ്. എല്ലാ പാർട്ട്നേഴ്സും സിമിലർ റിസോഴ്സസ് കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് എക്കണോമീസ് ഓഫ് സ്കെയിൽ അച്ചീവ് ചെയ്യുന്ന ഒരു ജോയിന്റ് വെഞ്ചർ ആണ് സ്കെയിൽ ജോയിന്റ് വെഞ്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്ന എല്ലാ കൺസെപ്റ്റും. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: based on the data mining process used in business analytics, arrange the following in sequence. അപ്പോൾ ബിസിനസ് അനാലിറ്റിക്സിനകത്ത് യൂസ് ചെയ്യുന്ന ഡേറ്റ മൈനിങ് പ്രോസസ്സിനെ ബേസ് ചെയ്തുകൊണ്ട് താഴെ പറയുന്ന സ്റ്റെപ്സിനെ കറക്റ്റ് പ്രോസസ്സിൽ അല്ലെങ്കിൽ കറക്റ്റ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസ് ഇതൊക്കെയാണ്: പ്രീ പ്രോസസിംഗ് ദ ഡേറ്റ, സെലക്ടിങ് ആട്രിബ്യൂട്ട്സ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ചെക്കിംഗ് ദ ഔട്ട്ലയേഴ്സ്. Then assess the degree to which the selected model make company understood variability or similarity in behavior and generate segments.
Understanding what are the common characteristics of the customers that the company has lost to its competitor. D പറയുന്നത് ഐഡന്റിഫൈ ദ സ്പെൻഡിംഗ് ബിഹേവിയർ ഓഫ് ഷോപ്പേഴ്സ്, അണ്ടർസ്റ്റാൻഡിംഗ് ദ മോസ്റ്റ് റിലവൻറ്റ് വാരിയബിൾ ആൻഡ് യൂസ് ഓഫ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ്, ദെൻ മോഡലിംഗ് ടെക്നിക്സ് ആർ സെലക്ടഡ് ആൻഡ് അപ്ലൈഡ് ഓൺ ഡേറ്റ സെറ്റ്. ഇനി നമുക്ക് ആ ഒരു അറേഞ്ച് ചെയ്തിട്ടുള്ള ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ കറക്റ്റ് ഓപ്ഷൻ ഐഡന്റിഫൈ ചെയ്യണം. ഇതിൽ ഡേറ്റ മൈനിങ് എന്താണ് എന്നുള്ളത് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്കിത് ശരിക്കും എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് കുറച്ച് കോംപ്ലക്സ് ആയിട്ട് തോന്നുന്നത്. ഡേറ്റ മൈനിങ് എന്താണ് എന്നുള്ളത് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ കുറച്ച് വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഡേറ്റ മൈനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഒരു ഫോമിന് അവൈലബിൾ ആയിട്ടുള്ള ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള വളരെ വലുതായിട്ടുള്ള ഒരു ഡേറ്റ സെറ്റിനെ അനലൈസ് ചെയ്തുകൊണ്ട് അതിൽ നിന്ന് നമുക്ക് ഹിഡൻ പാറ്റേൺസും ട്രെൻഡ്സും ഒക്കെ കണ്ടുപിടിക്കുന്ന ഒരു പ്രോസസ്സാണ് ശരിക്കും ഡേറ്റ മൈനിങ് എന്ന് പറയുന്നത്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റയെ നമ്മളിങ്ങനെ ഡിഗ് ചെയ്ത് മൈൻ ചെയ്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഫൈൻഡ് ചെയ്യുന്നു. ഓക്കെ, എന്തിനാണ് അത് ചെയ്യുന്നത്? നമ്മൾ പിന്നെ നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യാനും മറ്റുള്ള നമ്മുടെ ഫേമിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഫേമിന് പോസിറ്റീവായിട്ട് അഫക്ട് ചെയ്യുന്ന രീതിയിൽ ആ ഡേറ്റയെ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡേറ്റ മൈനിങ് ചെയ്യുന്നത്. ഓക്കെ, അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാനായിട്ട് കുറച്ച് എളുപ്പമാണ്. അപ്പൊ നമ്മുടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 4 ആണ്. CDAEB ഇതാണ് ആ ഒരു കറക്റ്റ് പ്രോസസ്സ്. നോക്കാം നമുക്ക്. ദ ഡേറ്റ മൈനിങ് പ്രോസസ് ജനറലി ഫോളോസ് ദീ സ്റ്റേജസ്. 5 സ്റ്റേജസ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. പ്രോബ്ലം അണ്ടർസ്റ്റാൻഡിങ്. ഫസ്റ്റ് നമ്മൾ പ്രോബ്ലത്തിനെ മനസ്സിലാക്കുന്നു, ദെൻ ഡേറ്റയെ മനസ്സിലാക്കുന്നു, ദെൻ ഡേറ്റ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു, അതിനെ ബേസ് ചെയ്തിട്ട് ഒരു മോഡലിംഗ് നമ്മൾ നടത്തുന്നു, ദെൻ നമ്മുടെ ആ കിട്ടിയ മോഡലിങ്ങിനെ നമ്മൾ അല്ലെങ്കിൽ ആ ഡേറ്റയെ നമ്മൾ മോഡലിംഗ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഇവാലുവേറ്റ് ചെയ്യും. ഓക്കെ, ഇതാണ് ഡേറ്റ മൈനിങ് പ്രോസസ്സിന്റെ സ്റ്റെപ്സ്. അപ്പോൾ നമ്മൾ പറഞ്ഞ അനുസരിച്ചിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യുവാണ് അല്ലേ. അണ്ടർസ്റ്റാൻഡിങ് വാട്ട് ആർ ദ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ കസ്റ്റമേഴ്സ് ദാറ്റ് ദ കമ്പനി ഹാസ് ലോസ്റ്റ് ടു ഇറ്റ്സ് കോമ്പറ്റീറ്റേഴ്സ്. നമ്മുടെ എത്രത്തോളം കസ്റ്റമേഴ്സിനെയാണ് അല്ലെങ്കിൽ നമ്മുടെ ലോസ്റ്റ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിന്റെ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയായിരുന്നു, അതായത് കോമ്പറ്റീറ്റേഴ്സിന്റെ അടുത്തോട്ട് പോയ കസ്റ്റമേഴ്സിന്റെ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, നമ്മൾ ആദ്യം അത് മനസ്സിലാക്കുന്നു. Then identify the spending behavior of shoppers, understanding the most relevant variables and use of descriptive statistics. അപ്പോൾ നമ്മൾ ആദ്യം പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്തു, പിന്നെയാണ് നമ്മൾ അടുത്തത് മനസ്സിലാക്കുന്നത് ആ സ്പെൻഡിങ് ബിഹേവിയർ ഓഫ് ഷോപ്പേഴ്സ് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. അതിന്റെ ബേസിസിൽ ആ ഒരു മോസ്റ്റ് റിലവൻറ്റ് വാരിയബിൾസ് ഏതൊക്കെയാണെന്നുള്ളതും ആ ഒരു യൂസ് ഓഫ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സും നടക്കുന്നു. ദെൻ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? പ്രീ പ്രോസസിങ് ദ ഡേറ്റ, സെലക്ടിങ് ആട്രിബ്യൂട്ട്സ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ചെക്കിംഗ് ദ ഔട്ട്ലെയേഴ്സ്. നമുക്ക് കിട്ടിയ ഡേറ്റയെ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിന്റെ ആ ഒരു പ്രീ പ്രോസസിങ് നടത്തുന്നു, ഔട്ട്ലെയേഴ്സ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുന്നു. ദെൻ മോഡലിംഗ് ടെക്നിക്സ് ആർ സെലക്ടഡ് ആൻഡ് അപ്ലൈഡ് ഓൺ ഡേറ്റ സെറ്റ്. ലാസ്റ്റ് ചെയ്യുന്നതാണ് അസസ് ദ ഡിഗ്രി ടു വിച്ച് ദ സെലക്ടഡ് മോഡൽ മേക്ക് കമ്പനി അണ്ടർസ്റ്റുഡ് വാരിയബിലിറ്റി ഓർ സിമിലാരിറ്റി ഇൻ ബിഹേവിയർ ആൻഡ് ജനറേറ്റ് സെഗ്മെന്റ്സ്. അപ്പൊ ഇതൊന്നും നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് അത്രത്തോളം ചെയ്യാനുള്ള സമയം എക്സാം ഹാളിൽ കിട്ടുമോ എന്നുള്ളത് എഗെയിൻ ക്വസ്റ്റ്യനബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ പോലും ഇവിടെ നോക്കിക്കേ, നമുക്ക് ഫസ്റ്റത്തത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിലും ആ ഒരു മോഡലിംഗ് കഴിഞ്ഞിട്ടാണ് ആ മോഡലിന്റെ എത്രത്തോളം ഇതുണ്ട് എന്നുള്ളത് നമ്മൾ അസസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഈ കഴിഞ്ഞിട്ടാണ് ബി വരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഈ കഴിഞ്ഞിട്ടാണ് ബി എന്നുള്ളത് മനസ്സിലാക്കിയാൽ നമുക്ക് ഓപ്ഷൻ 1 എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ ഓപ്ഷൻ 2ഉം 3ഉം ആണ്, 2ഉം 3ഉം 4ഉം ആണ് നമ്മുടെ കയ്യിലുള്ളത്. ദെൻ ഫസ്റ്റത്തതും ലാസ്റ്റത്തതും എന്തെങ്കിലുമൊക്കെയാണ് എന്നുള്ളത് ഏതാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുമോ എന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആ രീതിയിൽ ഒന്ന് ഐഡന്റിഫൈ ചെയ്താലും നമുക്ക് ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. എഗെയിൻ സമയം ഒരു വലിയ കൺസ്ട്രെയിന്റ് ആണ്, എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ ഈ ശരിക്കും NTA ആ ഒരു എക്സാം അപ്പിയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസും നമ്മുടെ സിമ്പിൾ MCQ ഇല്ലേ, നോർമൽ MCQ ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ മാക്സിമം സമയം അഡ്ജസ്റ്റ് ചെയ്തിട്ട് വളരെ കുറച്ച് സമയത്തിൽ അത് ഒന്ന് ഓക്കെ ആക്കാനായിട്ട് അല്ലെങ്കിൽ ആ ആൻസറിലോട്ട് എത്താൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. പിന്നെ ഈ ഒരു സീക്വൻസിൽ അറേഞ്ച് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്, അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസിനൊക്കെ കൂടുതൽ സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുക. ആ ഒരു രീതിയിൽ വേണം നമ്മൾ എപ്പോഴും എക്സാമിന് അപ്പിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾ MCQs ചെയ്യുമ്പോഴും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുമ്പോഴും എല്ലാം അങ്ങനെ തന്നെ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഇല്ലേ, ഇതൊക്കെ നമുക്ക് റഫ് വർക്കിന് തരുന്ന പെൻ ആൻഡ് പേപ്പർ ഉണ്ടല്ലോ, ആ ഒരു പേപ്പറിനകത്ത് നമുക്ക് മനസ്സിലാവും ഇപ്പൊ ബി കഴിഞ്ഞിട്ടാണ് സി വരുന്നത്, ഒരിക്കലും സി ബിക്ക് മുന്നേ വരില്ല. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ അത് അങ്ങനെ തന്നെ എഴുതി വെക്കുക റഫ് വർക്കിനുള്ള പേപ്പറിൽ. കാരണം ഇത്രയും നമ്മൾ സിസ്റ്റത്തിനകത്ത് നോക്കിയാണ് കണ്ടുപിടിക്കുന്നത്. ഇപ്പം പെൻ ആൻഡ് പേപ്പർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ വെട്ടിയെങ്കിലും പോകും, അതൊന്നും പറ്റത്തില്ല. അപ്പൊ അതൊന്ന് അറേഞ്ച് ചെയ്ത്, അതിനാണ് ആ റഫ് വർക്കിനുള്ള പേപ്പർ. അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടെ സമയം അഡ്ജസ്റ്റ് ചെയ്ത് തീർക്കാനായിട്ട് പറ്റും. ഓക്കെ,
നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഈസ് ജനറലി അഡോപ്റ്റഡ് ബൈ ഫേംസ് ടു റിയലൈസ് ദ ഫുൾ പൊട്ടൻഷ്യൽ ഓഫ് കോസ്റ്റ് ലീഡർഷിപ്പ് സ്ട്രാറ്റജീസ്? കോസ്റ്റ് ലീഡർഷിപ്പ് സ്ട്രാറ്റജീസിന്റെ ഫുൾ പൊട്ടൻഷ്യൽ റിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഫുൾ പൊട്ടൻഷ്യൽ അതിന്റെ ഒരു ഫുൾ യൂസേജ് കവറേജ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഏത് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ആണ് പൊതുവെ ഫോംസ് അഡോപ്റ്റ് ചെയ്യുന്നത്? നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസ് ഇതൊക്കെയാണ്. എം ഫോം സ്ട്രക്ചർ, യു ഫോം സ്ട്രക്ചർ, എ ഫോം സ്ട്രക്ചർ ആൻഡ് എച്ച് ഫോം സ്ട്രക്ചർ. അപ്പൊ ഇതിൽ ആ ഫോം സ്ട്രക്ചർ ഏതൊക്കെയാണ് എന്നുള്ളത് അറിയാമെന്നുണ്ടെങ്കിൽ ആയിരിക്കും നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഗസ് വർക്ക് കറക്കി കുത്തായിരിക്കും പറ്റുന്നത്. എനിവേ നമ്മുടെ കറക്റ്റ് ആൻസർ യു ഫോം സ്ട്രക്ചർ ആണ്. ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ കോസ്റ്റ് ലീഡർഷിപ്പ് സ്ട്രാറ്റജി ഫോക്കസസ് ഓൺ കോസ്റ്റ് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ കോസ്റ്റ് മാക്സിമം കുറച്ചുകൊണ്ട്, നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിനെക്കാളും കോസ്റ്റ് കുറച്ചുകൊണ്ട് നമ്മൾ ആ ഒരു ഇൻഡസ്ട്രിയിൽ ലീഡ് ചെയ്യുക. ഇതാണ് കോസ്റ്റ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. അവർ ഫോക്കസ് ചെയ്യുന്ന ആ ഒരു കോസ്റ്റ് ലീഡർഷിപ്പ് സ്ട്രാറ്റജി ഫോക്കസ് ചെയ്യുന്നത് എഫിഷ്യൻസി, കോസ്റ്റ് കൺട്രോൾ, സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് പ്രോസസ് ആൻഡ് സെൻട്രലൈസ്ഡ് ഡിസിഷൻ മേക്കിംഗ്, ഈ 4 കാര്യങ്ങളിലാണ്. ടു സപ്പോർട്ട് ദീസ് ഗോൾസ് ഫേംസ് യൂഷ്വലി അഡോപ്റ്റ് എ യു ഫോം, യൂണിറ്ററി ഓർ ഫങ്ഷണൽ സ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ ഒരു കോസ്റ്റ് ലീഡർഷിപ്പ് സ്ട്രാറ്റജീന്റെ ഫോക്കസസ് ഈ 4 കാര്യങ്ങളാണ്: എഫിഷ്യൻസി, കോസ്റ്റ് കൺട്രോൾ, സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് സെൻട്രലൈസ്ഡ് ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ ഈ കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ഒരു യു ഫോം അല്ലെങ്കിൽ ഒരു യൂണിറ്ററി ഓർ ഫങ്ഷണൽ സ്ട്രക്ചർ ആയിരിക്കും ഫേംസ് അഡോപ്റ്റ് ചെയ്യുന്നത്. ഇനി എന്താണ് ഈ ഒരു യു ഫോം സ്ട്രക്ചറിനകത്ത് നടക്കുന്നത്? ഓർഗനൈസേഷൻ ഈസ് സ്ട്രക്ചേർഡ് ബൈ ഫങ്ഷൻസ് സച്ച് ആസ് പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ്, ഫൈനാൻസ്, എക്സെട്ര. ഫങ്ഷണൽ ഏരിയാസിന്റെ ബേസിസിൽ ഫോംസിന് സ്ട്രക്ചർ ചെയ്യുന്നു. ഓക്കെ, ഇതാണ് യു ഫോം സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ വരുമ്പോൾ, ഒരു ഫങ്ഷണൽ സ്ട്രക്ചർ വരുമ്പോൾ സെൻട്രലൈസ്ഡ് അതോറിറ്റി അറ്റ് ദ ടോപ്പ് ഹെൽപ്സ് അച്ചീവ് എക്കണോമീസ് ഓഫ് സ്കെയിൽ ആൻഡ് ടൈറ്റ് കോസ്റ്റ് കൺട്രോൾ വേർ ആർ എസെൻഷ്യൽ ഫോർ കോസ്റ്റ് ലീഡർഷിപ്പ്. അപ്പോൾ സെൻട്രലൈസ്ഡ് അതോറിറ്റി ടോപ്പ് ലെവലിൽ കാണും. അത് കഴിഞ്ഞിട്ട് ആ ഒരു എക്കണോമീസ് ഓഫ് സ്കെയിലും കോസ്റ്റ് കൺട്രോളും ഒക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടൈറ്റ് കൺട്രോളും ഒക്കെ കാണുമായിരിക്കും. ദെൻ എം ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്? മൾട്ടി ഡിവിഷണൽ സ്ട്രക്ചർ ആണ്, യൂസ്ഡ് ബൈ ലാർജ് ഡൈവേഴ്സിഫൈഡ് ഫേംസ് വിത്ത് മൾട്ടിപ്പിൾ പ്രോഡക്റ്റ് ലൈൻസ്. മൾട്ടിപ്പിൾ പ്രോഡക്റ്റ് ലൈൻസുമായിട്ട് ഡീൽ ചെയ്യുന്ന ഫേംസ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ് എം ഫോം അല്ലെങ്കിൽ മൾട്ടി ഡിവിഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ദെൻ യു ഫോം നമ്മൾ ഓൾറെഡി പറഞ്ഞു. എ ഫോം അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നോട്ട് കോമൺലി അസോസിയേറ്റഡ് വിത്ത് സ്ട്രാറ്റജിക് സ്ട്രക്ചർ ക്ലാസിഫിക്കേഷൻ, അങ്ങനെ ഒരു സംഭവം വരുന്നതല്ല ശരിക്കും. ദെൻ എച്ച് ഫോം എന്ന് വെച്ചാൽ ഹോൾഡിംഗ് കമ്പനി സ്ട്രക്ചർ യൂസ്ഡ് വെൻ എ പാരന്റ് കമ്പനി കൺട്രോൾ സെവറൽ ഇൻഡിപെൻഡന്റ് സബ്സിഡിയറീസ്. ഒരു പാരന്റ് കമ്പനി കുറെ ഇൻഡിപെൻഡന്റ് സബ്സിഡിയറീസിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ് എച്ച് ഫോം അല്ലെങ്കിൽ ഹോൾഡിംഗ് കമ്പനി സ്ട്രക്ചർ. ഓക്കെ, അപ്പൊ ഇത്രയും സ്ട്രക്ചർ ഇപ്പൊ പഠിച്ച് വെച്ചിരിക്കുക. എഗെയിൻ ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. കുറച്ച് ടേംസും അതിന്റെ ഡിസ്ക്രിപ്ഷനും പറഞ്ഞിട്ടുണ്ട്. കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ അതിനെ ഒന്ന് മാച്ച് ചെയ്യുക. തന്നിട്ടുള്ള ടേംസ് ഇതൊക്കെയാണ്: പ്രൈസ് ഏർണിംഗ്സ് ടു ഗ്രോത്ത് റേഷ്യോ, ദെൻ ആൾട്ട്മാൻസ് ജി സ്കോർ, റിട്ടേൺ ഓൺ ഇക്വിറ്റി ഡുപോണ്ട് അനാലിസിസ്, മാർക്കറ്റ് സ്പെഷ്യലൈസേഷൻ. ദെൻ ഡിസ്ക്രിപ്ഷൻ പറഞ്ഞിരിക്കുന്നത് നെറ്റ് മാർജിൻ ഇൻറ്റു അസറ്റ് ടേൺ ഓവർ ഇൻറ്റു ഫൈനാൻഷ്യൽ ലിവറേജ്, എ ടൂൾ ഫോർ പ്രെഡിക്റ്റിംഗ് കോർപ്പറേറ്റ് ബാങ്ക്രപ്റ്റൻസി യൂസിംഗ് റേഷ്യോ അനാലിസിസ്, ദെൻ എ റേഷ്യോ വിച്ച് ഈസ് യൂസ്ഡ് ആസ് ആൻ ഇൻഡിക്കേഷൻ ഓഫ് ഫെയർ പ്രൈസിംഗ് ഓഫ് എ സ്റ്റോക്ക്, ദെൻ നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു കറന്റ് മാർക്കറ്റ് പ്രൈസ്. ശരിക്കും ഇവിടെയും നമുക്ക് ആൻസറിലോട്ട് എത്താൻ വേണ്ടിയിട്ട് ശരിക്കും സിമ്പിൾ ആണ്. കാരണം 2 ഫോർമുലയും 2 എന്താണ് എന്നുള്ളതുമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഫോർമുല വരുന്നത് ഏതൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഒന്ന് ലോജിക്കലി തിങ്ക് ചെയ്യാൻ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അതേപോലെ തന്നെയാണ് മറ്റേ ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, ഇതിൽ ആ ഒരു ലിസ്റ്റ് എയില് എ ഓപ്ഷൻ പറയുന്നത് എന്താണ്? പ്രൈസ് ഏർണിംഗ്സ് ടു ഗ്രോത്ത് റേഷ്യോ. ഒരു റേഷ്യോയിനെ പറ്റി പറയുമോ അല്ലേ? ഇനി കോളം ബിയിൽ റേഷ്യോയിനെ പറ്റി പറയുന്നത് ഏതാണ്? 3 മാത്രമല്ലേ ഉള്ളൂ. എ റേഷ്യോ വിച്ച് ഈസ് യൂസ്ഡ് ആസ് ആൻ ഇൻഡിക്കേഷൻ ഓഫ് ഫെയർ പ്രൈസിംഗ് ഓഫ് എ സ്റ്റോക്ക്. അപ്പോൾ എക്ക് മാച്ചിങ് ആയിട്ട് വരുന്നത് 3 ആണ്. സിമ്പിൾ അല്ലേ കണ്ടുപിടിക്കാൻ? കാരണം ആ ക്വസ്റ്റ്യനിൽ അല്ലെങ്കിൽ ആ ഒരു എ കോളത്തിനകത്ത് ഒരു റേഷ്യോനെ പറ്റിയിട്ടാണ് പറയുന്നത്. ദെൻ ബി കോളത്തിനകത്ത് എ റേഷ്യോ എന്ന് പറഞ്ഞിട്ട് പറയുന്നത് അല്ലെങ്കിൽ അതുമായിട്ട് റിലേഷൻ വരുന്നത് അത് മാത്രമേ ഉള്ളൂ. സോ A3 ആണ്. A3 ആണ് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യം വരുന്നില്ല. സോ ഓപ്ഷൻ 1 ഈസ് ദ കറക്റ്റ് ആൻസർ. മറ്റത് ബാക്കി നമുക്ക് നോക്കാം. എന്താണ് ആൾട്ട്മാൻസ് ജി സ്കോർ എന്ന് പറയുന്നത്? എ ടൂൾ ഫോർ പ്രെഡിക്റ്റിംഗ് കോർപ്പറേറ്റ് ബാങ്ക്രപ്റ്റൻസി യൂസിംഗ് റേഷ്യോ അനാലിസിസ്. ദെൻ സി റിട്ടേൺ ഓൺ ഇക്വിറ്റി അല്ലെങ്കിൽ ഡുപോണ്ട് അനാലിസിസ്, നെറ്റ് മാർജിൻ ഇൻറ്റു അസറ്റ് ടേൺ ഓവർ ഇൻറ്റു ഫൈനാൻഷ്യൽ ലിവറേജ്. അതാണ് ഡുപോണ്ട് അനാലിസിസിന്റെ ആ ഒരു ഫോർമുല വരുന്നത്. ദെൻ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ, നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു കറന്റ് മാർക്കറ്റ് പ്രൈസ്. സോ 1 ആണ് കറക്റ്റ് ആൻസർ. ഭയങ്കര സിമ്പിൾ അല്ലേ കണ്ടുപിടിക്കാനായിട്ട്? അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിന് നമുക്ക് അധികം സമയം പോകുന്നില്ല. അപ്പൊ നമ്മൾ ഇതുപോലെ പെട്ടെന്ന് ആൻസറിലോട്ട് എത്തിച്ചേരുന്ന ക്വസ്റ്റ്യൻസിന് എടുക്കേണ്ട ആ സമയം നമ്മുടെ കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള കുറച്ച് ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ട സമയത്തിന് വേണ്ടിയിട്ട് നമുക്ക് മാറ്റിവെക്കാം. അങ്ങനെ നമുക്ക് സമയം അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: അറേഞ്ച് ദ ഫോളോയിങ് സ്റ്റെപ്സ് ഓഫ് പ്രൈസിംഗ് പ്രോസസ് ഇൻ എ ലോജിക്കൽ ഓർഡർ. പ്രൈസിംഗ് പ്രോസസ്സിന്റെ സ്റ്റെപ്സ് താഴെ തന്നിട്ടുണ്ട്. ഇതിനൊരു ലോജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെയാണ് ഓപ്ഷൻസ്: അനാലിസിസ് കോമ്പറ്റീറ്റേഴ്സ് പ്രൈസ്, എസ്റ്റിമേറ്റ്സ് ഡിമാൻഡ് ആൻഡ് റവന്യൂ,
സെലക്ട് പ്രൈസിംഗ് മെത്തേഡ്, അസസ് പ്രൈസിംഗ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഡിറ്റർമൈൻ കോസ്റ്റ്. എഗെയിൻ നമ്മൾ പറഞ്ഞതുപോലെ എല്ലാ ഒരു സീക്വൻസ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ പറയുന്ന ക്വസ്റ്റ്യൻസിനെയും പോലെ വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. നമുക്ക് ലോജിക്കലി തിങ്ക് ചെയ്തിട്ട് ഇതൊന്നും അറിയില്ലെങ്കിലും നമുക്ക് ആൻസറിലോട്ട് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണിത്. നോക്കാം നമുക്ക്. നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് പ്രൈസ് സെറ്റ് ചെയ്യുന്ന പ്രോസസ്സിന് ലോജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ്. ഓക്കെ, പ്രൈസ് ഒരു പ്രോഡക്റ്റിന്റെ അല്ലെങ്കിൽ ഒരു സർവീസിന്റെ ഫൈനൽ പ്രൈസ് സെറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ്. അങ്ങനെ വരുമ്പോൾ അതിന് ഫൈനൽ സ്റ്റേജ് എന്തായിരിക്കും? സെലക്ട് പ്രൈസിംഗ് മെത്തേഡ് ആയിരിക്കത്തില്ലേ? ഫൈനലി നമ്മൾ ആ ഒരു പ്രൈസ് സെറ്റ് ചെയ്യുന്ന ഏതാണ് എന്നുള്ളത് സെലക്ട് ചെയ്യുന്നതാണ് അല്ലെ, ആ ഒരു പ്രൈസിംഗ് മെത്തേഡ് ഏതാണെന്നുള്ളത് ചൂസ് ചെയ്യുന്നതായിരിക്കും. സോ ഒബ്വിയസ്ലി നമ്മുടെ ഫൈനൽ വരുന്നത് സി ആയിരിക്കും, സെലക്ട് പ്രൈസിംഗ് മെത്തേഡ് ആണ്. അപ്പൊ സി ഫൈനൽ ആണ്, ലാസ്റ്റ് വരുന്ന സ്റ്റേജ് സി ആണ് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഓപ്ഷൻ 1ഉം 2ഉം നമ്മുടെ ഓപ്ഷനിൽ നമ്മൾ തിങ്ക് ചെയ്യേണ്ട ആവശ്യമേ വരുന്നില്ല, എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അവിടെ നിങ്ങൾക്ക് ഡൗട്ട് വരുന്നുണ്ടോ? ഈ വരുന്നത് ഡിറ്റർമൈൻ കോസ്റ്റ് എന്നാണ്. അപ്പൊ കോസ്റ്റ് ഡിറ്റർമൈൻ ചെയ്യുക എന്ന് പറഞ്ഞതിൽ ആ ഒരു എന്താണ് പ്രൈസ് സെറ്റ് ചെയ്യുന്ന സ്റ്റേജിന്റെ ഒരു ആദ്യത്തേക്ക് ഒരു സ്റ്റേജിൽ വരേണ്ട ഒരു കാര്യമാണ് അല്ലെ. എന്താണ് പ്രൈസിങ് കോസ്റ്റ് എത്രയാണ് വരുന്നതെന്നുള്ളത് എന്തായാലും ലാസ്റ്റ് വരുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അതല്ല വരുന്നത്, ഈ ലാസ്റ്റ് വരത്തില്ല, സി ആണ് ലാസ്റ്റ് വരുന്നത്. അപ്പോൾ 1ഉം 2ഉം നമ്മൾ എലിമിനേറ്റ് ചെയ്തു. ദെൻ നമുക്ക് ഫസ്റ്റ് വരുന്നത് എന്താണെന്നുള്ളത് അറിയാൻ പറ്റുമോ നോക്കാം. അനലൈസ് കോമ്പറ്റീറ്റേഴ്സ് പ്രൈസ് അല്ല, എസ്റ്റിമേറ്റ് ഡിമാൻഡ് ആൻഡ് റവന്യൂസ് അല്ല, ഡിറ്റർമൈൻ കോസ്റ്റ് അല്ല വരുന്നത്. ദെൻ അസസ് പ്രൈസിംഗ് ഒബ്ജക്റ്റീവ്സ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് എപ്പോഴും ആദ്യം വരുന്നൊരു കാര്യം. അപ്പൊ പ്രൈസിംഗ് ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ലാസ്റ്റ് സ്റ്റെപ്പ് ആണെന്നുണ്ടെങ്കിലോ സെലക്ട് പ്രൈസിംഗ് മെത്തേഡ് ആണ്. അപ്പൊ അത് രണ്ടും മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിങ്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓപ്ഷൻ 3 ഈസ് ദ കറക്റ്റ് ആൻസർ. ആദ്യം വരുന്നത് അസസ് പ്രൈസിംഗ് ഒബ്ജക്റ്റീവ്സ്. പ്രൈസിംഗ് ഒബ്ജക്റ്റീവ്സ് നമ്മൾ മനസ്സിലാക്കി, അടുത്ത് എന്ത് ചെയ്യുന്നു? എസ്റ്റിമേറ്റ് ഡിമാൻഡ് ആൻഡ് റവന്യൂ. നമ്മുടെ ആ ഒരു പ്രോഡക്റ്റിന്റെ അല്ലെങ്കിൽ സർവീസിന്റെ ഡിമാൻഡും റവന്യൂവും എത്രത്തോളം ആയിരിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. ദെൻ നമ്മൾ അതിന്റെ എത്ര കോസ്റ്റ് ആകും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. ആ ഒരു പെർട്ടിക്കുലർ ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എത്രത്തോളം കോസ്റ്റ് ആകും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. ദെൻ കോമ്പറ്റീറ്റേഴ്സിന്റെ പ്രൈസ് നമ്മൾ അനലൈസ് ചെയ്യുന്നു. ദെൻ നമുക്ക് പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൈസിംഗ് മെത്തേഡ് നമ്മൾ ചൂസ് ചെയ്യുന്നു. അപ്പൊ ഇതാണ് കറക്റ്റ് ഓർഡർ. സോ നമ്മുടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 3 ആണ്. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അഗെയിൻ ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. ഒരു ഇൻഡസ്ട്രി സ്ട്രക്ചർ ലിസ്റ്റ് 1-നകത്ത് പറഞ്ഞിട്ടുണ്ട്, ലിസ്റ്റ് 2-നകത്ത് ഓപ്പർച്യൂണിറ്റീസും പറഞ്ഞിട്ടുണ്ട്. ഇതിനെ പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്യാനാണ്. ഇൻഡസ്ട്രി സ്ട്രക്ചർ പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെയാണ്: ഡിക്ലൈനിങ് ഇൻഡസ്ട്രി, എമർജിംഗ് ഇൻഡസ്ട്രി, മെച്യൂർ ഇൻഡസ്ട്രി, ഫ്രാഗ്മെന്റഡ് ഇൻഡസ്ട്രി. 4 ഓപ്ഷൻസ് അതാണ്. ലിസ്റ്റ് 2-ൽ പറഞ്ഞിരിക്കുന്നത് പ്രോഡക്റ്റ് റിഫൈൻമെന്റ്, ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജ്, ഹാർവെസ്റ്റ് ആൻഡ് കൺസോളിഡേഷൻ. അപ്പൊ നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസ് ഇതൊക്കെയാണ്. ഇതിൽ കറക്റ്റ് ഓർഡർ എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ മാച്ച് ചെയ്ത് കണ്ടുപിടിക്കണം. ഓപ്ഷൻസ് അപ്പോൾ ഒന്നും കൂടെ: ഡിക്ലൈനിങ് ഇൻഡസ്ട്രി, എമർജിംഗ് ഇൻഡസ്ട്രി, മെച്യൂർ ഇൻഡസ്ട്രി ആൻഡ് ഫ്രാഗ്മെന്റഡ് ഇൻഡസ്ട്രി. അപ്പൊ ഇത്രയാണ് ആ ഒരു ലിസ്റ്റ് 1 കിടക്കുന്നത്. അതിൽ ആ ഒരു എമർജിംഗ് ഇൻഡസ്ട്രി എന്നുള്ളത് നോക്കിക്കേ. എമർജിംഗ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഇൻഡസ്ട്രി, വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രി, ഗ്രോയിങ് ആയിരിക്കുന്ന ഒരു ഇൻഡസ്ട്രി. അപ്പൊ ആ ഒരു ഇൻഡസ്ട്രിക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്താണ്? ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജ് അല്ലെ, ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രോഡക്ട്സ് കൊണ്ടുവരുന്നത് കാരണം അവർക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ്. ഓക്കെ, ഇപ്പം നമ്മുടെ മാർക്കറ്റിൽ വരുന്ന ഒരു ചേഞ്ച് അല്ലെങ്കിൽ മാർക്കറ്റിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്ത ഒരു കസ്റ്റമറിന്റെ നീഡ് ഫസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ ഒരു കമ്പനിക്ക് അല്ലെങ്കിൽ ഒരു ഫേമിന് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് ആണ് ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതായത് കോമ്പറ്റീറ്റേഴ്സിന് മുന്നേ നമ്മൾ നടക്കുമ്പോൾ അല്ലെങ്കിൽ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ്, കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്. അപ്പോൾ അത് എപ്പോഴും കിട്ടുന്നത് എമർജിംഗ് ഇൻഡസ്ട്രിക്ക് ആയിരിക്കും അല്ലേ. അപ്പം B2 ആണ് എന്നുള്ളത് മനസ്സിലാക്കിയാൽ നമുക്ക് ഓപ്ഷൻ 1 എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ മെച്യൂർ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ മെച്യൂരിറ്റി ആയി കഴിഞ്ഞു, ഓക്കെ, ഫൈനൽ സ്റ്റേജിലോട്ടാണ്. ആ ഒരു ഇൻഡസ്ട്രിക്ക് വരുന്നത് എന്തായിരിക്കും? പ്രോഡക്റ്റ് റിഫൈൻമെന്റ് ആണ് അല്ലേ. അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സിന് അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് പ്രോഡക്ട്സിന്റെ റിഫൈൻമെന്റ് ആണ്. അപ്പോൾ C1 ആണ്. അതും മനസ്സിലാക്കി, അതും കോമൺ ആണ് എല്ലാത്തിനും അല്ലേ, റൈറ്റ് അല്ലേ. 1 മിനിറ്റ്. B2 ആണെന്ന് പറഞ്ഞാൽ യെസ്, അതും എഗെയിൻ കോമൺ ആണ്. ദെൻ വരുന്നത് ഡിക്ലൈനിങ് ഇൻഡസ്ട്രി. ഡിക്ലൈനിങ് ഇൻഡസ്ട്രിക്ക് എന്താണ്? ഹാർവെസ്റ്റ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മാക്സിമം പ്രോഫിറ്റ് നമ്മളിങ്ങനെ എന്ത് ചെയ്യുക? ഹാർവെസ്റ്റ് ചെയ്തെടുക്കുക. അതാണ് ഡിക്ലൈനിങ് ഇൻഡസ്ട്രി. നമ്മൾ എനിവേ ഒരു ലോസിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് കിട്ടാൻ പറ്റുന്ന അത്രയും നമ്മൾ ഹാർവെസ്റ്റ് ചെയ്തെടുക്കുക. അപ്പം A3 ആണ്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആൻസറിന് ഡൗട്ടിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. ഓപ്ഷൻ 2 ഈസ് ദ കറക്റ്റ് ആൻസർ. ഫ്രാഗ്മെന്റ് ഇൻഡസ്ട്രി, കൺസോളിഡേഷൻ ആണ്. ഓക്കെ,
ഡിക്ലൈനിങ് ഇൻഡസ്ട്രി ഹാർവെസ്റ്റ് ആണ്. ഫേംസ് ട്രൈ ടു മാക്സിമൈസ് ഷോർട്ട് ടേം ക്യാഷ് ഫ്ലോ ആൻഡ് റെഡ്യൂസ് ഇൻവെസ്റ്റ്മെന്റ്. അവർ ഡിക്ലൈനിങ് ഇൻഡസ്ട്രി ലോസിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഫേംസ് ചെയ്യുന്ന എന്താണ്, ഇൻവെസ്റ്റ്മെന്റിന്റെ എമൗണ്ട് ഒക്കെ കുറച്ചുകൊണ്ട് മാക്സിമൈസ് ചെയ്യുന്നു. ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഷോർട്ട് ടൈം ക്യാഷ് ഫ്ലോ പ്രോഫിറ്റ് ഒക്കെ മാക്സിമൈസ് ചെയ്യുന്നു. ദെൻ എമർജിംഗ് ഇൻഡസ്ട്രി ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജ് ആണ്. ഏർലി എൻട്രൻസ് ഗെയിൻ മാർക്കറ്റ് ലീഡർഷിപ്പ്, ബ്രാൻഡ് റെക്കഗ്നിഷൻ ആൻഡ് ടെക്നോളജിക്കൽ അഡ്വാൻറ്റേജ്. മെച്യൂർ ഇൻഡസ്ട്രി പ്രോഡക്റ്റ് റിഫൈൻമെന്റ് ആണ്. ഫേംസ് ഫോക്കസസ് ഓൺ ഇംപ്രൂവിംഗ് പ്രോഡക്റ്റ് ഫീച്ചേഴ്സ്, എഫിഷ്യൻസി ആൻഡ് ഡിഫറൻസിയേഷൻ. മെച്യൂരിറ്റിയിൽ നിൽക്കുന്ന ഫേംസ് ചെയ്യുന്ന എന്താണ്, പ്രോഡക്റ്റിന്റെ ഫീച്ചേഴ്സിനൊക്കെ ചേഞ്ചസ് അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ്സ് കൊണ്ടുവരുന്നു, എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യുന്നു, കോസ്റ്റ് കുറയ്ക്കുന്നു, ഡിഫറൻസിയേഷൻ കൊണ്ടുവരുന്നു, അതുപോലുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ദെൻ ഫ്രാഗ്മെന്റഡ് ഇൻഡസ്ട്രി കൺസോളിഡേഷൻ ആണ്. മെനി സ്മോൾ ഫേംസ് എക്സിസ്റ്റ്, ഓപ്പർച്യൂണിറ്റീസ് അറൈസ് ത്രൂ മെർജേഴ്സ് ആൻഡ് അക്വിസിഷൻസ് ടു കൺസോളിഡേറ്റ് ദ മാർക്കറ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. ലിസ്റ്റ് 1 കുറച്ച് കൺസെപ്റ്റ്, ലിസ്റ്റ് 2 അതിനെ ബേസ് ചെയ്തിട്ട് വരുന്ന കുറച്ച് മോഡൽസിന്റെ പേരും പറഞ്ഞിട്ടുണ്ട്. കൺസെപ്റ്റ് എന്തൊക്കെയാണ്? ദ കൺസെപ്റ്റ് അഡ്വോക്കേറ്റ്സ് ദ വ്യൂ ദാറ്റ് വെയർ ഡേറ്റ ലീവ്സ്. ബി പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ റിസോഴ്സസ് ലൈക്ക് നെറ്റ്വർക്ക്, സ്റ്റോറേജ്, സെർവേഴ്സ് ആർ പ്രൊവൈഡഡ് ടു ക്ലയൻറ്റ്സ്. 3 അല്ലെങ്കിൽ സി പറയുന്നത് അലോസ് കൺസ്യൂമേഴ്സ് ടു യൂസ് ആപ്ലിക്കേഷൻസ് ആൻഡ് സോഫ്റ്റ്വെയർസ് ദാറ്റ് റൺ ഓൺ ഡിസ്റ്റന്റ് കമ്പ്യൂട്ടേഴ്സ് ഇൻ ദ ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചർ. ഡി പറയുന്നത് കമ്പനീസ് ക്യാൻ ഡിപ്ലോയ് ദെയർ സോഫ്റ്റ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻസ് ഇൻ ദ ക്ലൗഡ് സോ ദാറ്റ് ദെയർ കസ്റ്റമേഴ്സ് ക്യാൻ യൂസ് ദം. ഓക്കെ, മോഡൽസ് പറയുന്നത് SaaS, DaaS, IaaS ആൻഡ് പാസ്. ഓക്കെ, 4 മോഡൽസും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതെന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം, എന്നിട്ട് ആൻസറിലോട്ട് വരാം. ഇങ്ങനെയാണ് ഓപ്ഷൻസ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 1 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. ലിസ്റ്റ് 1 കുറച്ച് കൺസെപ്റ്റ്, ലിസ്റ്റ് 2 അതിനെ ബേസ് ചെയ്തിട്ട് വരുന്ന കുറച്ച് മോഡൽസിന്റെ പേരും പറഞ്ഞിട്ടുണ്ട്. കൺസെപ്റ്റ് എന്തൊക്കെയാണ്? ദ കൺസെപ്റ്റ് അഡ്വോക്കേറ്റ്സ് ദ വ്യൂ ദാറ്റ് വെയർ ഡേറ്റ ലീവ്സ്. ബി പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ റിസോഴ്സസ് ലൈക്ക് നെറ്റ്വർക്ക്, സ്റ്റോറേജ്, സെർവേഴ്സ് ആർ പ്രൊവൈഡഡ് ടു ക്ലയൻറ്റ്സ്. 3 അല്ലെങ്കിൽ സി പറയുന്നത് അലോസ് കൺസ്യൂമേഴ്സ് ടു യൂസ് ആപ്ലിക്കേഷൻസ് ആൻഡ് സോഫ്റ്റ്വെയർസ് ദാറ്റ് റൺ ഓൺ ഡിസ്റ്റന്റ് കമ്പ്യൂട്ടേഴ്സ് ഇൻ ദ ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചർ. ഡി പറയുന്നത് കമ്പനീസ് ക്യാൻ ഡിപ്ലോയ് ദെയർ സോഫ്റ്റ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻസ് ഇൻ ദ ക്ലൗഡ് സോ ദാറ്റ് ദെയർ കസ്റ്റമേഴ്സ് ക്യാൻ യൂസ് ദം. ഓക്കെ, മോഡൽസ് പറയുന്നത് SaaS, DaaS, IaaS ആൻഡ് പാസ്. ഓക്കെ, 4 മോഡൽസും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതെന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. എന്താണ് ഡേറ്റ ആസ് എ സർവീസ്? അതാണ് DaaS പറയുന്നത്. ഇറ്റ് ഫോക്കസസ് ഓൺ പ്രൊവൈഡിങ് ആക്സസ് ടു ഡേറ്റ സ്റ്റോർഡ് ഇൻ ദ ക്ലൗഡ്, ദാറ്റ് ഈസ് വെയർ ഡേറ്റ ഈസ് സ്റ്റോർഡ് ആൻഡ് ഹൗ ഇറ്റ് ഈസ് ആക്സസ്ഡ്. അപ്പൊ ഡേറ്റ ആസ് എ സർവീസ് എന്ന് പറഞ്ഞാൽ ക്ലൗഡിനകത്ത് ഡേറ്റ എങ്ങനെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്, അതിന്റെ ആക്സസിന് ഫോക്കസ് കൊടുക്കുന്നതാണ് ഡേറ്റ ആസ് എ സർവീസ്. ഓക്കെ, വെയർ ഡേറ്റ ഈസ് സ്റ്റോർഡ് ആൻഡ് ഹൗ ഇറ്റ് ഈസ് ആക്സസ്ഡ്. ഡേറ്റ എവിടെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്, നമ്മൾ അതിനെ എങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നത്, അതാണ് ഡേറ്റ ആസ് എ സർവീസ്. Then infrastructure as a service provides fundamental computing resources such as virtual machines, storage and networking. Users manage operating systems and appliances. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസസ് എന്ന് പറഞ്ഞാൽ അവർ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടിംഗ് റിസോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നു, ലൈക്ക് വിർച്വൽ മെഷീൻസും സ്റ്റോറേജ് പോലുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നു. അവിടെ യൂസേഴ്സ് അവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെയും അപ്ലയൻസസിനെയും ഒക്കെ മാനേജ് ചെയ്യുവാണ്. ദെൻ പ്ലാറ്റ്ഫോം ആസ് എ സർവീസ് പറയുന്നത് എന്താണ്? ഓഫേഴ്സ് എ ഡെവലപ്മെന്റ് പ്ലാറ്റ്ഫോം വിത്ത് ടൂൾസ് ആൻഡ് എൻവയോൺമെന്റ്സ് ടു ബിൽഡ്, ടെസ്റ്റ് ആൻഡ് ഡിപ്ലോയ് ആപ്ലിക്കേഷൻസ് വിത്തൗട്ട് മാനേജിങ് അണ്ടർലൈങ് ഇൻഫ്രാസ്ട്രക്ചർ. നമുക്ക് ഇപ്പോൾ ഉള്ള ആ ഒരു ഇൻഫ്രാസ്ട്രക്ചറിനെ എന്താണ് മാനേജ് ചെയ്യാതെ പ്ലാറ്റ്ഫോംസിനെ ഒക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു സർവീസാണ്, അത് ഓഫർ ചെയ്യുന്നതാണ് പ്ലാറ്റ്ഫോം ആസ് എ സർവീസ് പറയുന്നത്. അത് എന്തിനൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഇവിടെ എൻവയോൺമെന്റ്സിന് എന്താണ് ബിൽഡ് ചെയ്യാനും ടെസ്റ്റ് ചെയ്യാനും ഡിപ്ലോയ് ചെയ്യാനും ഒക്കെ ഉള്ള എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നു. അതുപോലെ ടൂൾസും പ്രൊവൈഡ് ചെയ്യുന്നതാണ് പ്ലാറ്റ്ഫോം ആസ് എ സർവീസ്. ദെൻ സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് ആണെങ്കിൽ ഡെലിവേഴ്സ് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസ് ഓവർ ദ ഇന്റർനെറ്റ്. ഇന്റർനെറ്റിന്റെ ഹെൽപ്പോട് കൂടി അല്ലെങ്കിൽ ഇന്റർനെറ്റിലൂടെ ആ ഒരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസ് ഒക്കെ ഡെലിവർ ചെയ്യുന്നു. യൂസേഴ്സ് ക്യാൻ ആക്സസ് ആപ്ലിക്കേഷൻസ് വയ വെബ് ബ്രൗസേഴ്സ് വിത്തൗട്ട് ഇൻസ്റ്റലേഷൻ ഓർ മെയിൻ്റനൻസ്. ഇൻസ്റ്റലേഷനോ മെയിൻ്റനൻസും ഒന്നും ഇല്ലാതെ തന്നെ യൂസേഴ്സിന്റെ വെബ് ബ്രൗസറിൽ കൂടെ ഇതൊക്കെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇതാണ് സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്. ഇനി നമുക്ക് നോക്കാം. എ പറയുന്നത് ദ കൺസെപ്റ്റ് അഡ്വോക്കേറ്റ്സ് ദ വ്യൂ ദാറ്റ് വെയർ ഡേറ്റ ലിവ്സ്. ഡേറ്റ എവിടെയാണ് ജീവിക്കുന്നത് അല്ലെങ്കിൽ ഡേറ്റ എവിടെയാണ് ഉള്ളത്? നമ്മൾ ആദ്യം പറഞ്ഞത് ഡേറ്റ എവിടെയാണ്, എങ്ങനെയാണ് നമ്മൾ അതിനെ ആക്സസ് ചെയ്യുന്നത് എന്നാണ്. ഡേറ്റ ആസ് എ സർവീസ്, DaaS ആണ്. സോ A2 ആണ്. ദെൻ ബി പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ റിസോഴ്സസ് ലൈക്ക് നെറ്റ്വർക്ക്, സ്റ്റോറേജ്, സെർവേഴ്സ് ആർ പ്രൊവൈഡഡ് ടു ക്ലയൻസ്. അതെന്താണ്? IaaS, ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ്, ആ ഒരു പേര് തന്നെയുണ്ട്. ദെൻ സി പറയുന്നത് അലോസ് കൺസ്യൂമേഴ്സ് ടു യൂസ് ആപ്ലിക്കേഷൻസ് ആൻഡ് സോഫ്റ്റ്വെയർ. അതെന്താണ്? ഫസ്റ്റ് സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്, ഇന്റർനെറ്റിന്റെ ഹെൽപ്പോട് കൂടി. ദെൻ കമ്പനീസ് ക്യാൻ ഡിപ്ലോയ് ദെയർ സോഫ്റ്റ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻസ് ഇൻ ദ ക്ലൗഡ് സോ ദാറ്റ് ദെയർ കസ്റ്റമേഴ്സ് ക്യാൻ യൂസ് ദം. അത് പറയുന്നത് ഫോർത്ത് PaaS ആണ്. ഓക്കെ, ഇങ്ങനെയാണ് മാച്ച് ചെയ്യുന്നത്.
അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഹൊറിസോണ്ടൽ FDI മീൻസ്. ഹൊറിസോണ്ടൽ FDI എന്നുള്ളതിന്റെ മീനിങ് എന്താണ്, അതിനെ പ്രോപ്പറായിട്ട് ഡിഫൈൻ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് താഴെ പറയുന്നതിൽ ഏതാണ്? ഓപ്ഷൻ 1 പറയുന്നു, when a firm invests in a foreign country in similar production activities as carried out in home country, exploiting its competitive advantage in the host country. ഓപ്ഷൻ 2 പറയുന്നു, foreign firms takes control over domestic assets. ഓപ്ഷൻ 3 പറയുന്നു, direct investment made overseas with aim to provide inputs for the firm's production processes in the home country. ഓപ്ഷൻ 4 പറയുന്നു, direct investment in industries abroad so as to either provide inputs for the firm's domestic operations or sell its domestic output overseas. ഇതിൽ ഓപ്ഷൻ 1 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഹൊറിസോണ്ടൽ FDI എന്ന് വെച്ചാൽ ഒരു when a firm invest in a foreign country in similar production activity. ഹൊറിസോണ്ടൽ നമ്മൾ ഇവിടെ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേ സെയിം ആയിട്ടുള്ള പ്രൊഡക്ഷൻ ആക്ടിവിറ്റിയിൽ ഒരു ഫോറിൻ കൺട്രിയിൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുവാണ്. ആസ് ക്യാരിഡ് ഔട്ട് ഇൻ ഹോം കൺട്രി എക്സ്പ്ലോയിറ്റിംഗ് ഇറ്റ്സ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഇൻ ദ ഹോസ്റ്റ് കൺട്രി. ഹോം കൺട്രിയും ഹോസ്റ്റ് കൺട്രിയും ഉണ്ട്. ഹോം കൺട്രി ഇപ്പോൾ പാരന്റ് കമ്പനി എവിടെയാണോ സിറ്റുവേറ്റ് ചെയ്യുന്നത്, അവരുടെ മെയിൻ ബ്രാഞ്ച് അല്ല, ഒരു ഹെഡ് ഓഫീസ് എവിടെയാണോ അതാണ് ഹോം കൺട്രി. അപ്പോൾ ആ ഹോം കൺട്രിയിൽ നമ്മൾ വർക്ക് ചെയ്ത് ഏകദേശം സക്സസിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹോസ്റ്റ് കൺട്രിയിലും ഇതേപോലെ ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടു. അത് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സിമിലർ ആയിട്ടുള്ള പ്രൊഡക്ഷൻ ഫെസിലിറ്റിയിലോട്ട് നമ്മൾ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതിനാണ് ഹൊറിസോണ്ടൽ FDI എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ വെർട്ടിക്കൽ FDI എന്ന് അല്ലെങ്കിൽ ബാക്ക്വേർഡ് വെർട്ടിക്കൽ ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് മെയ്ഡ് ഓവർസീസ് വിത്ത് എയിം ടു പ്രൊവൈഡ് ഇൻപുട്സ് ഫോർ ദ ഫേംസ് പ്രൊഡക്ഷൻ പ്രോസസ് ഇൻ ദ ഹോം കൺട്രി. അപ്പോൾ ഈ ഒരു FDI എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ FDIന്റെ ടൈപ്സ് നമ്മൾ പറയുമ്പോൾ 4 ടൈപ്സിലാണ് വരുന്നത്. ഹൊറിസോണ്ടൽ FDI, വെർട്ടിക്കൽ FDI, കോൺസെൻട്രിക് FDI ആൻഡ് കോൺഗ്ലമറേറ്റ് FDI. അതിൽ ഹൊറിസോണ്ടൽ FDI നമ്മൾ പറഞ്ഞു, നമ്മളിപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലത്തെ കാര്യം തന്നെ ഫോറിൻ കൺട്രിയിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുവാണ്, അതിന് വേണ്ടിയിട്ട് തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുവാണ്. ദെൻ വെർട്ടിക്കൽ FDI എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ ബാക്ക്വേർഡ് ഇൻറ്റഗ്രേഷൻ എന്നാണ് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ഇവിടെ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു, അതിൻ്റെ റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഇൻപുട്സ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോറിൻ കൺട്രിയിൽ ഒരു പ്രൊഡക്ഷൻ ഫെസിലിറ്റിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഫെസിലിറ്റി സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ അതാണ് ബാക്ക്വേർഡ് വെർട്ടിക്കൽ ഇൻറ്റഗ്രേഷൻ അല്ലെങ്കിൽ വെർട്ടിക്കൽ FDI എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഒരു സിമ്പിൾ എക്സാമ്പിൾ, നമ്മളിവിടെ ഒരു ജാം മേക്കിംഗ് ഫേമാണ്. ഓക്കെ, ജാംസ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഫോംസ് ആണ്. അപ്പോൾ അതിന് ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഫ്രൂട്ട് നമ്മുടെ നാട്ടിൽ കിട്ടാനില്ല. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഫോറിൻ കൺട്രിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു ഫാം സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ നമുക്ക് ഇൻപുട്ട് കിട്ടുന്നത് എവിടെ നിന്നാണ്? ആ ഫോറിൻ കൺട്രിയിൽ നിന്നാണ്, ആ ഒരു പ്രൊഡക്ഷൻ ഫെസിലിറ്റിയിലാണ്. അതിനെയാണ് നമ്മൾ വെർട്ടിക്കൽ FDI എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കോൺസെൻട്രിക് FDI എന്ന് പറഞ്ഞാൽ നമ്മുടെ സിമിലർ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഫോറിൻ കൺട്രിയിൽ നടത്തുന്നതാണ്. നമ്മൾ ഇവിടെ എന്താണോ ഒരു ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഫേം ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലാണ്, ഒരു ഫോറിൻ കൺട്രിയിൽ നമ്മളൊരു ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതും ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലാണെന്നുണ്ടെങ്കിൽ അതാണ് കോൺസെൻട്രിക് FDI എന്ന് പറയുന്നത്. ദെൻ കോൺഗ്ലമറേറ്റ് ആണെന്നുണ്ടെങ്കിലോ എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഏരിയയിൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുവാണ്. ഇവിടെ നമ്മൾ ഓട്ടോമൊബൈൽ ആണ്, നമ്മൾ ഫോറിൻ കൺട്രിയിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് ഒരു സ്റ്റേഷനറി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ്, അല്ലെങ്കിൽ ഒരു FMCGയിലാണെന്നുണ്ടെങ്കിൽ അതാണ് കോൺഗ്ലമറേറ്റ് FDI എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? താഴെ പറയുന്ന ഓപ്ഷൻസിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്നുള്ളതാണ്. എ പറയുന്നു, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ് പ്ലസ് നെറ്റ് ഫാക്ടറി ഇൻകം ഫ്രം അബ്രോഡ്. ബി പറയുന്നു, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ്, ഇത് GDP ആണ്, അറ്റ് ഫാക്ടർ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ് മൈനസ് ഇൻഡയറക്റ്റ് ടാക്സസ് പ്ലസ് സബ്സിഡീസ്. സി പറയുന്നു, നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ് മൈനസ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ്. ഡി പറയുന്നു, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ് പ്ലസ് ഡിപ്രീസിയേഷൻ. ഇ പറയുന്നു, നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ് പ്ലസ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് പ്ലസ് ഡിപ്രീസിയേഷൻ ആണെന്ന് പറയുന്നു. ഓക്കെ, നമ്മുടെ കറക്റ്റ് ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. എ പറയുന്നത് GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു GNP അറ്റ് മാർക്കറ്റ് പ്രൈസ് പ്ലസ് നെറ്റ് ഫാക്ടർ ഇൻകം ആണ്. അപ്പോൾ ഇതൊരു തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, അപ്പോൾ GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ GNP അറ്റ് മാർക്കറ്റ് പ്രൈസ് മൈനസ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് ആണ്. ഓക്കെ, അവിടെ മൈനസ് ആണ് ചെയ്യുന്നത്, പ്ലസ് അല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ GNP കിട്ടി, അതിൽ നിന്ന് നമ്മൾ GDP കിട്ടാൻ വേണ്ടിയിട്ട് മൈനസ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലാതെ ആഡ് ചെയ്യുകയല്ല. ഓക്കെ, ദെൻ NNP അറ്റ് മാർക്കറ്റ് പ്രൈസ് is equal to GDP at market price plus net factor income from abroad plus depreciation minus plus depreciation ആണ് പറയുന്നത്. അതും ഒരു തെറ്റായിട്ടുള്ള ഒരു ഫോർമുലയാണ്. അവിടെ നമ്മൾ NNP at market price എന്ന് പറഞ്ഞാൽ GDP at market price plus net factor income from abroad
മൈനസ് ഡിപ്രീസിയേഷൻ. നോർമലി നമ്മൾ ഫോർമുല പറയുന്ന സമയത്തൊക്കെ നമ്മൾ ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യുകയാണ് ചെയ്യുന്നത്, ആഡ് ചെയ്യുമല്ല. അപ്പോൾ ആ രണ്ട് സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് ബിയും സിയും ഡിയും ആണ്. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസറും അത് മൂന്നും കൂടി വരുന്ന ഒരു ഓപ്ഷനാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. അറേഞ്ച് ദ ഫോളോയിങ് സ്റ്റെപ്സ് ഇൻ ദ കറക്റ്റ് ഓർഡർ ഓഫ് കൺട്രോളിംഗ് പ്രോസസ്. കൺട്രോളിംഗ് പ്രോസസ്സിന്റെ കറക്റ്റ് ഓർഡർ മനസ്സിലാക്കി താഴെ പറയുന്ന സ്റ്റെപ്സിനെ അറേഞ്ച് ചെയ്യാനാണ്. ഓപ്ഷൻസ് ഇതൊക്കെയാണ്. എ, കമ്പാരിസൺ ഓഫ് ആക്ച്വൽ പെർഫോമൻസ് വിത്ത് ദ സ്റ്റാൻഡേർഡ്സ്, മെഷർമെന്റ് ഓഫ് ആക്ച്വൽ പെർഫോമൻസ്, കറക്റ്റീവ് ആക്ഷൻ വേർ എവർ അക്യൂർഡ്, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ്. ഒരു സിമ്പിൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ കൺട്രോളിംഗ് പ്രോസസ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ആണ്. സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യുന്നു ഫസ്റ്റ്. അപ്പോൾ ഡി ആണ് കറക്റ്റ് ഫസ്റ്റ് വരുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡ്സ് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ മെഷർമെന്റ് ഓഫ് ആക്ച്വൽ പെർഫോമൻസ് നമ്മൾ മെഷർ ചെയ്യുന്നു. ദെൻ കമ്പാരിസൺ ഓഫ് ആക്ച്വൽ പെർഫോമൻസ് വിത്ത് ദ സ്റ്റാൻഡേർഡ്സ്, ദെൻ കറക്റ്റീവ് ആക്ഷൻ വേർ എവർ റിക്വയർഡ്. ആ ആക്ച്വൽ പെർഫോമൻസും നമ്മുടെ സ്റ്റാൻഡേർഡ് പെർഫോമൻസ് അല്ലെങ്കിൽ നമ്മുടെ പ്ലാൻഡ് പെർഫോമൻസും തമ്മിൽ എന്തെങ്കിലും ഡീവിയേഷൻസ് ഗ്യാപ്പ് വരുവാണെന്നുണ്ടെങ്കിൽ കറക്റ്റീവ് ആക്ഷൻസ് എടുക്കണം. അപ്പോൾ കറക്റ്റ് ഓർഡർ എങ്ങനെയാണ്? ഡി, ദെൻ ബി, എ, സി. ഓക്കെ, ഡി, ബി, എ, സി. അതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ബാക്കി ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷനായിട്ട് നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു സോ മച്ച്.